നമ്മൾ ചാലിയാർ പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. ഏതെങ്കിലും മനുഷ്യർ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ, ഏതെങ്കിലും ജീവൻ ബാക്കി കിടപ്പുണ്ടോ എന്ന് അറിയാനായി പുഴയിലിറങ്ങിയാണ് പരിശോധന നടത്തുന്നത്. അവിടുത്തെ പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ചാലിയാർ പുഴയിൽ പരിശോധന നടക്കുന്നത്. ഈ ചാലിയാർ പുഴയ്ക്കരികിൽ നിന്ന് സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. സമീർ, അവിടുത്തെ തെരച്ചിൽ ഇതുവരെയായി? നിലവിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വനത്തിനുള്ളിൽ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. റേഞ്ചിന് തകരാറുള്ള ഇടമാണ് അവിടെ എന്നുള്ളത്. രാവിലെ തിരച്ചിലിന് പോയാൽ അവിടെ നിന്ന് വൈകുന്നേരമൊക്കെയാണ് ആളുകൾക്ക് തിരിച്ചെത്താൻ കഴിയുക. അല്ലെങ്കിൽ സമീർ ഒരു നിമിഷം. സമീർ, ഇപ്പോൾ ദീപക് ഒരു വാർത്ത അറിയിക്കുന്നു. ചൂരൽമലയിൽ നിന്നും ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കിട്ടി. ചൂരൽമല സ്കൂൾ പരിസരത്ത് നിന്നാണ് ഈ മൃതദേഹം ലഭിച്ചത്. JCB മണ്ണുമാന്തി തിരച്ചിൽ നടത്തുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും ദീപക് ധർമ്മടത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ മരിച്ചവരുടെ എണ്ണം ഒരാൾ കൂടിയായി എന്ന് വേണം പറയാൻ. അല്പനിമിഷങ്ങൾക്കകം ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുമെന്നാണ് നമ്മുടെ വിശ്വാസം. സമീർ ബിൻ കരീം തുടരുന്നു. പറയൂ സമീർ. നിലവിൽ രക്ഷാപ്രവർത്തകർ മറുകരയിൽ രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കവരെ റേഞ്ചിൻ്റെ ബുദ്ധിമുട്ട് പോലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഒരല്പസമയം മുന്നേ ചില രക്ഷാപ്രവർത്തകർ ഈ ചാലിയാർ പുഴയിലെ ഒഴുക്കിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ അവരെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് ആളുകൾ എത്തി അവരെ വീണ്ടും മറുകരയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സംഘത്തിലുള്ള ഒരാൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പം നേരത്തെ എന്താ ഇവിടെ സംഭവിച്ചത്? നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയ ഭാഗം ക്ലിയർ ആയില്ല. അവർ നേരെ ഇങ്ങനെ ക്രോസ് ചെയ്യേണ്ടതിന് ഒരു കുറച്ച് താഴോട്ട് പോയി. അവർക്ക് ഈ പുഴ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ പുഴ പരിചയമുള്ള ഒരാളെ ഒപ്പം കൂട്ടി വേണം ഈ പുഴയിൽ ഇറങ്ങാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയത് നമ്മളിവിടെ ഉള്ള സഹാക്കളാണ്. ഇവിടെ ഉള്ള ഈ പുഴ പരിചയമുള്ള ആളത്. സാധാ ഒരു പുഴ വാരിയല്ല, അടിയൊഴുക്ക് ഇതിന് കൂടുതലാണ്. പിന്നെ കല്ലുകളും മറ്റ് മണൽത്തിട്ടുകളും ഉള്ളതുകൊണ്ട് സാധാ പെട്ടെന്ന് അങ്ങോട്ട് മറികടക്കാൻ കഴിയില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സേഫായിട്ട് അക്കരെ എത്തിയിട്ടുണ്ട്. കുറച്ച് സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു ഒഴുക്കിലല്ലേ? കുറച്ച് സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു. അത് ഈ പുഴ പരിചയമില്ലാതെ ഇറങ്ങിയിട്ടാണ്. ഈ പുഴയിനായിട്ടും നീന്തലും അറിയുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ അക്കരക്ക് കിടത്തുന്നുള്ളൂ. പക്ഷേ ഈ പുഴ പരിചയമില്ലാത്ത ഇതിൻ്റെ അടിയൊഴുക്കുകൾ കൂടുതലാണ്. ഈ കാണുന്ന മാതിരിയല്ല, അടിയൊഴുക്കിൽ കല്ലും മുള്ളും പിന്നെ അങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ട്. മരങ്ങളും തടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആദ്യമായിട്ട് ഇറങ്ങണോണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അതായത് നിലവിൽ അങ്ങോട്ടേക്ക് ബുദ്ധിമുട്ടാതെ പോകുന്നവർ ഒരേ വഴിയിൽ ഒരു ദിശയുണ്ട്, ആ ദിശയിലൂടെ തന്നെ പോകണം. അത് നമ്മളിവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് ഈ ഒഴുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ, താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒഴുക്ക് വീണ്ടും കൂടുകയാണ്. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മളെ ആൾക്കാർ പോയാണ്ട് ഇപ്പോൾ അവരെ അക്കരക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ഈ ചാലിയാർ പുഴ മുറിച്ചു കിടക്കുന്നത് ഒരേ സ്ഥലത്ത് ഒരേ ദിശയിൽ മാത്രമാണ്. ആ ദിശയിലല്ലാതെ ഏതെങ്കിലും ഇടത്തേക്കോ വലത്തോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ അവർ ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ചില മരങ്ങൾ താഴെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട്, ചില കുഴികൾ പുഴയ്ക്ക് താഴെയുണ്ട്. മാത്രമല്ല ചാലിയാറിൻ്റെ പ്രത്യേകത എന്നുള്ളത് വലിയ അടിയൊഴുക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാക്ക് അല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിലവിൽ അപകടത്തിൽപ്പെടുക. അങ്ങനെ ഉണ്ടായതാണ് അല്പസമയം മുന്നേ നമ്മൾ കണ്ടത്. അവരെ പിന്നീട് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ 3 പേരാണ്. അവരാണ് എല്ലാവരെയും അങ്ങോട്ടേക്ക് കടത്താൻ സഹായിക്കുന്നത്. അവരെത്തി രക്ഷപ്പെടുത്തി അവർ മറുകരയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഈ പുഴയുടെ മറുകരയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് നേരെയുള്ള ഓപ്പോസിറ്റ് കരയിൽ ആയിരിക്കില്ല കയറാൻ കഴിയുക. അതായത് അതിനേറെ താഴെ ആ ഒഴുക്കിനൊപ്പം നീന്തി ഏറെ താഴെ വന്ന് വളരെ സുരക്ഷിതമായ ഇടത്താണ് അവർക്ക് തിരിച്ചു കയറാൻ കഴിയുക. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ ഇപ്പോൾ താഴോട്ട് വന്ന് കരയ്ക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. ഇവർ ഈ പുഴയിൽ ഇറങ്ങിയത് വളരെ മുകളിലായിരുന്നു. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് കരയിൽ കയറണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വന്നാൽ കയറാൻ കഴിയില്ല, മറിച്ച് മുകളിൽ ഇറങ്ങി ഇവർ കരയിലോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി രക്ഷാപ്രവർത്തകർ ഇവിടെ സജീവ സാന്നിധ്യമായി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ പുഴയിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പനങ്കയത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചു എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തും. എങ്കിൽ നമുക്കൊരു വ്യക്തത വരും. എന്തെങ്കിലും ഭാഗമാണോ അതല്ല പൂർണ്ണമായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് വ്യക്തത വരും. അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും.